ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾക്ക് ചെൻസ്വി കേവ്സ് ടെമ്പിളിലേക്ക് പോകാം. അതായത് ഗെൻഡിങ് ഹൈലാൻഡ്സിൽ തന്നെയുള്ള ഒരു ടെമ്പിളാണ്. ഇതാ അങ്ങോട്ട് പോകുന്ന വഴിയാണ് ഇതെല്ലാം. നമ്മൾ അവിടെ ഇറങ്ങിയതിന് ശേഷം ടെമ്പിളിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ എസ്കലേറ്റർ വഴി നമ്മൾ താഴത്തേക്ക് വരണം. ഒരു 6 എസ്കലേറ്ററോടും കഴിഞ്ഞിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്തിട്ടാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെയൊക്കെ ഫ്രണ്ട് വ്യൂ ആണ് ഈ കാണുന്നത്. ഇതൊരു വാച്ച് ടവർ പോലെയാണ്. അതിൻ്റെ അകത്ത് ചെറിയ രീതിയിലുള്ള ഒരു ടെമ്പിളും ഉണ്ട്. ഇപ്പോൾ കാണിച്ച ഇതിൽ ഈ വഴിയാണ് നമ്മളിപ്പോൾ കയറി വന്നത് കേട്ടോ. ഇങ്ങോട്ടേക്ക് കയറാൻ വേണ്ടിയിട്ട് വന്നത് ഞങ്ങൾ ഈ വഴിയാണേ. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഫ്രണ്ടിലേക്ക് നടന്ന് കുറച്ച് കാര്യങ്ങൾ. ഇത് മങ്കി കിങ് ചൈനീസ് ഡ്രാമയൊക്കെ കാണുന്നവർക്ക് അറിയാൻ പറ്റും മങ്കി കിങ്ങിനെ പറ്റിയിട്ട്. അവിടുത്തെ ഒരു ഐതിഹ്യം എന്ന് പറയാം. നല്ല പോലെ കോട ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങുന്ന സമയത്തേ നല്ല മഴയൊക്കെ പെയ്ത് നല്ല കോട ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ കൊടൈക്കനാലും ഊട്ടിയൊക്കെ പോകുമ്പോൾ കോട ടൈമിലൊക്കെ നമ്മൾ പോകില്ലേ തണുപ്പുള്ള സമയത്ത്, അതേപോലെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതേപോലെ നല്ല തണുപ്പുമാണ് കാണാനായിട്ട്. ഇതൊരു വാച്ച് ടവർ പോലെയാണ്. ടെമ്പിൾ തന്നെ ഒരു വാച്ച് ടവർ പോലെയാണ് ഇരിക്കണത്. കണ്ട കോടയൊക്കെ വന്നിറങ്ങിയിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്, ഭംഗിയാണ് കാണാൻ. ഇയാളാണ് അങ്കിൾ ലിം എന്നാണ് പറയണത്. പുള്ളിയാണ് ഗെൻഡിങ് ഹൈലാൻഡ്സ് ഉണ്ടാക്കിയെടുത്തത്. ഇതൊരു മലയായിരുന്നു. പുള്ളിയുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, തൻ ശ്രീ ദത്താവ്സരി ലിം ഗോ തോങ്. ആൻസസ്റ്ററാണ് ഗെൻഡിങ്ങിൻ്റെ. പുള്ളിയാണ് ഇതെല്ലാം ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. ഈ കാണുന്ന വോളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൗണ്ടൻ വാട്ടർഫോൾ പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് അവിടുത്തെ ഡൈറ്റീസൊക്കെ പോലെയാണ്, ചൈനീസിൻ്റെ കുറേ വിശ്വാസങ്ങളൊക്കെ പോലെയാണ്. അത് ആഫ്റ്റർ ലൈഫിനെ കുറിച്ചിട്ടുള്ള വിശ്വാസങ്ങളുടെ ഒരു ഭാഗമാണ് കാണാനായിട്ടാ. നല്ല പോലെ കോട ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായാണ്. നമ്മൾ ഈ സിനിമയിലൊക്കെ ഇങ്ങനെ കാണുമല്ലേ, നല്ല കാശ്മീർ അതൊക്കെ കാണിക്കുമ്പോൾ ടൈപ്പ് ഓഫ് അങ്ങനത്തെ. ശ്രീബുദ്ധൻ്റെ ഒരു വലിയ ഒരു 50 അടിയോളം മേളിലുള്ള ഒരു പ്രതിമയുണ്ട്. ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഭംഗിയും ഒരു ദൈവികമായിട്ടുള്ള ഒരു പ്രതീതിയൊക്കെ നമുക്ക് തോന്നും. പ്രത്യേകിച്ച് ഈ കോടയും കൂടിയുള്ള സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ് അവിടെ നിൽക്കാനും. ഇതിപ്പോൾ ലാഫിംഗ് ബുദ്ധ എന്നല്ലേ, കുബേർ കുഞ്ച് അങ്ങനെ എന്തെങ്കിലും പറയണേ. അതിനെ സ്ഥാപിച്ചിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. അവിടെ ഒരു ബെല്ല് കണ്ടോ, ആ ബെല്ല് നമുക്ക് ഒരു വിഷൊക്കെ പറഞ്ഞ് ബെല്ലൊക്കെ അടിക്കാം. ഇപ്പം നമ്മൾ കേബിൾ കാർ അല്ലാതെ വരികയാണെങ്കിൽ ആ വഴിയിലൂടെ വരുന്നത്. ഇപ്പോൾ ഇതാണ് ഈ ഒരു ബെല്ലിൽ നമുക്ക് ഒരു വിഷ് പറഞ്ഞിട്ട് നമുക്ക് അടിക്കാം. അപ്പോൾ അതും കൂടെ വരുമ്പോൾ കേൾക്കാനായിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഞാനിപ്പോൾ ഒന്ന് തൊട്ടിട്ടുണ്ട്. നല്ല രസമാണ്. കാര്യം അത്രയും തണുപ്പും ഈ കാഴ്ചകളെല്ലാം കൂടി ആകുമ്പോൾ നമുക്കൊരു പ്രത്യേകത ഉണ്ടാവും. നല്ല രസമാണ് കാണാനായിട്ട്. നല്ല സീനിക്കായിട്ടുള്ള ഇതാണ്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കോട ഇങ്ങനെ മാറുമ്പോൾ കുറച്ചും കൂടിയൊക്കെ ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. ഇതിപ്പോൾ എൻ്റെ മോനിപ്പോൾ അവിടെ ഒന്ന് അടിച്ചായിരുന്നു. നല്ല രസമാണ് ആ ശബ്ദമൊക്കെ ഇങ്ങനെ കേൾക്കാനായിട്ട്. ഇപ്പോൾ ഈ കാണിക്കുന്നതാണ് ഇവർക്ക് ഹെൽ ഓഫ് ചേമ്പേഴ്സ് എന്നാണ് പറയുന്നത്. അതായത് ആഫ്റ്റർ ലൈഫിൽ അവർ കടന്നു പോകേണ്ട പല കാര്യങ്ങളും. നമ്മളിപ്പോൾ നരകവും സ്വർഗവും എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ ആഫ്റ്റർ ലൈഫിൽ കൂടെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസറാണ് കാണുന്നത്. അതിനടുത്ത് നിന്ന് എടുക്കാൻ പറ്റിയില്ല. കാര്യം ഇപ്പോൾ ഡെമോളിഷനും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്, വർക്ക് ഇൻ പ്രോഗ്രസ് അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു. ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ട എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ ബുദ്ധനെ കാണാനായിട്ട്. ആ ഒരു വലിയൊരു ഇതിൽ മരിച്ചു കഴിയുമ്പോഴത്തേനും നമ്മൾ ഏതിലെ കൂടെയൊക്കെ കടന്നു പോകണം എന്നുള്ളതാണ് കാണിക്കണത്. അതെല്ലാം ഇത് ഒരു ഏൻഷ്യൻ്റ് വർക്കാണ്. ഇവിടുത്തെ ആർക്കിടെക്ചർ പണ്ടത്തെ ചൈനീസിൻ്റെ ബിൽഡിങ്ങുകളിലൊക്കെ എങ്ങനെ ഇരിക്കുന്നതെന്നുള്ളത് കാണിക്കാനാണ് ഞാനിപ്പോൾ അത് കാണിച്ചത്. നല്ല രസമാണ് കാണാനായിട്ട്. എനിക്ക് തോന്നുന്നു കോട ഇറങ്ങുമ്പോഴാണ് കൂടുതൽ ഭംഗി ഇവിടെ കാണാനായിട്ട്. ഇതിൻ്റെ ഇൻസൈഡുള്ളൊരു അമ്പലമാണിത്. നമുക്ക് കയറാം. ചെരുപ്പൊക്കെ ഊരി വെച്ചിട്ട് വേണം നമുക്ക് കയറാൻ. ഫോട്ടോസൊക്കെ എടുക്കാം. അതിൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് പ്രാർത്ഥിക്കാം, തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കാം. അവർ തിരിക്ക് പകരം നമ്മൾ തിരിയൊക്കെ വിളക്കൊക്കെ കത്തിക്കുന്ന പോലെ ചന്ദനത്തിരിയാണ് അവർ കൂടുതൽ കാണിക്കുന്നത്. പിന്നെ ജസ്റ്റ് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ ഒരു കുറച്ച് നമുക്ക് സ്നാക്സൊക്കെ കഴിക്കാനുള്ള ഷോപ്സ് ഉണ്ട്. പിന്നെ സൊവനിയർ ഷോപ്സും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടിക്കാനും അങ്ങനെയുള്ള ഗിഫ്റ്റ് ഷോപ്പുകൾ കണ്ടോ, അങ്ങനെയെല്ലാം ഉണ്ട്. കാണാനൊക്കെ നല്ല ഭംഗിയാണ്. നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാൻ ഒരു സോവറിൻ പോലെ നമുക്കത് വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്യാം. സൂക്ഷിക്കാനൊക്കെ ആയിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് കൊടുക്കാനോ അങ്ങനെ എന്നുള്ള രീതിയിലൊക്കെ വാങ്ങിക്കാനുള്ളൊരു ഷോപ്പാണ്. ഇവിടെ ചൈനീസ് കോസ്റ്റ്യൂം ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ഫോട്ടോഗ്രാഫ് എടുക്കാം.
അവരത് പ്രൊവൈഡ് ചെയ്യും. നമ്മൾ പൈസ കൊടുത്താൽ എടുക്കാം. ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ആ വാച്ച് ടവറിൻ്റെ ഇൻസൈറ്റുള്ള കാഴ്ചകളാണ് കേട്ടോ ഇത്. ഞാൻ മേളിലേക്ക് കയറിയില്ല, കാര്യം ഒത്തിരി സ്റ്റെപ്സൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഒന്നാമത് എനിക്ക് വയ്യായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ കയറിയൊന്നുമില്ല. അവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബുദ്ധകളുടെ ഫോട്ടോ ഇങ്ങനെ വെച്ചിട്ട് നിറയെ ലൈറ്റ് ഇങ്ങനെ കൊടുത്തങ്ങനെയാണ്, അതിങ്ങനെ ചുറ്റും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. മേളിലേക്ക് ഞാൻ കയറിയില്ല. പിന്നെ അവിടെ എന്തോ ഒരു എക്സിബിഷനോ അങ്ങനെ എന്തോ ഒരു ചെറിയൊരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു, ബുക്സിൻ്റെ സ്റ്റോള് പോലെ. അവിടെ പഴയ അവരുടെ സ്ക്രിപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ചൈനീസിലാണല്ലോ എഴുതിയിരിക്കുന്നത്, അതുകൊണ്ടൊന്നും എനിക്ക് വായിക്കാൻ അറിയത്തില്ല. എന്നാലും ചുമ്മായൊക്കെ നോക്കി. എനിക്ക് തോന്നുന്നു ഇവർ കൊറിയൻസിനെ ഇങ്ങനെ ബാക്കിൽ നിന്നാണ് എഴുതണേന്ന് പറഞ്ഞിട്ടുണ്ട്. ചൈനീസിൻ്റെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അവിടുത്തെ ദേവതമാരും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. ഇതാണ് താഴത്തെ വ്യൂ കേട്ടോ, അമ്പലത്തിൻ്റെ അവിടെ താഴത്തെ വ്യൂ. ഇനി നമുക്ക് ഇതുവഴി തന്നെ കയറി, അവിടെ എസ്കലേറ്റർ ഉണ്ട്, നമുക്ക് അതുവഴി കയറിയിട്ടുണ്ട്. എന്താ ഭംഗിയാന്നൊക്കെ കോട ഇറങ്ങിയിട്ട് കാണാനായിട്ട്. എസ്കലേറ്റർ വഴി കയറിയിട്ട് നമുക്ക് മുകളിലേക്ക് പോകാം. അപ്പം ഞങ്ങൾ ടെമ്പിളിൽ നിന്ന് ഇറങ്ങി. അവന് ഭയങ്കരമായിട്ട് തണുത്തിട്ട് കോട വന്നിട്ട് അപ്പയുടെ ഹുഡിയൊക്കെ വാങ്ങിച്ചിട്ടേക്കുവാണ്. ഇപ്പം ഞങ്ങൾ മടക്കമാണേ. അവന സ്റ്റേഷനിലേക്ക് തിരിച്ച് പോകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മൾ കേബിൾ കാറിൽ കയറി പോകാൻ വേണ്ടിയിട്ട് തിരിച്ച് പോന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് കണ്ട, ഇത് മഴയൊക്കെ പെയ്തേക്കുന്നതുകൊണ്ട് ഇവിടെയൊക്കെ നല്ല വഴുതി വീഴും നമ്മൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ. മഞ്ഞും തണുപ്പും എല്ലാം കൂടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇറങ്ങിയൊന്നുമില്ല, ജസ്റ്റ് കാണിച്ചു. അടുത്ത കേബിൾ ഗോണ്ടോലയിലോട്ട് കയറാൻ വേണ്ടി പോവാണ്. ഇനി ഇതിൽ കയറിയിട്ട് വേണം നമുക്ക് ഇനിയും മുകളിലേക്ക് പോയാലേ നമുക്ക് ചെന്നിട്ട് റിസോർട്ടിലേക്ക് അങ്ങോട്ടേക്ക് എത്തുള്ളൂ, നമ്മൾ താമസ സ്ഥലത്തേക്കൊക്കെ എത്തുള്ളൂ. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിന്ന് പോകുമ്പോൾ ഇങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ കയറുമ്പോൾ ഒരു ഇതുണ്ടാവില്ലേ, അതുപോലെയാണ്. നല്ല വ്യൂ ആണ് കാണാനായിട്ട്. ഇപ്പോൾ കോടയൊക്കെ വന്നതുകൊണ്ട് അതിലും മനോഹരമാണെന്ന് പറയാം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാണാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് ചുമ്മാ എന്താ പറയുക, കുറേ മരങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതേ ഉള്ളൂ. കോടയും കൂടി ആകുമ്പോൾ കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് ജസ്റ്റ് ഒരു മല മാത്രമായിരുന്നു. അപ്പോൾ അത് ഈ അങ്കിളിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്കിളിമിൻ്റെ ഫ്രണ്ടുണ്ട്. ആ ഫ്രണ്ട് ആ രാജാവാണ്. ആ രാജാവ് കൊടുത്തതാണ് അങ്കിളിമിന് ഈ മല, അതായത് ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ് ഒരു ബർത്ത്ഡേക്ക്. എന്നിട്ട് പുള്ളി ഉണ്ടാക്കിയെടുത്തതാണ് ഇതെല്ലാം. റോഡൊക്കെ ഒരുപാട് തവണ റോഡ് പണിതു, അത് പിന്നെ തകർന്നു വീണു, പിന്നെയും പണിതു, അങ്ങനെ പതുക്കെ പണിത് എടുത്തതാണ്. എത്രയോ വർഷങ്ങൾ കൊണ്ട് എടുത്തതാണ്. ഇപ്പോൾ ഭയങ്കര കാര്യങ്ങളെല്ലാമായി, ഒരുപാട് ബിൽഡിങ്ങുകളും റിസോർട്ടുകളും ഗാംബ്ലിങ്ങൊക്കെ ഉണ്ട്. ഇതിൻ്റെ മേളിൽ കാസിനോസ് എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ റിവ്യൂസൊക്കെ നമ്മൾ മേളിലൊക്കെ ഈ ഒരു വലിയൊരു ജൈൻറ്റ് വീലിൻ്റെ ഇതിലാണ് ഇതെല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത്, ഈ ഗോണ്ടോലെല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും മുകളിലാണ് നമ്മൾ താമസിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് റിസോർട്ട്സ് എല്ലാം ഏറ്റവും മുകളിലാണ്. ഇതൊരു എന്താ പറയുന്നത്, ഇൻ ബിറ്റ്വീനിലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. നടുക്കുള്ള ഒരു സ്ഥലത്തിലാണ് ഈ ടെമ്പിൾ ഇരിക്കുന്നത്. അതിൽ നിന്ന് മേളിലോട്ട് പോയാൽ ഏറ്റവും മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെല്ലാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഞങ്ങളവിടെ ഇറങ്ങി. അപ്പം നമ്മളിവിടെ ഇറങ്ങി, ഗോണ്ടോലയിൽ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾക്ക് റൂമിലേക്ക് ചെക്ക് ഇൻ ചെയ്യണം. പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം ഞാൻ പതിയെ കാണിക്കാം. സോ നിങ്ങൾ സപ്പോർട്ട് തരണം. നിങ്ങൾ എൻ്റെ വീഡിയോസും ഷോർട്സും എല്ലാം കാണണം. സോ പ്ലീസ് കീപ്പ് വാച്ചിങ്. താങ്ക് യു സോ മച്ച്. ടാറ്റാ, ബൈ ബൈ.